രാഘവ് ചദ്ദയെ സംബന്ധിച്ച് നിലവിൽ വേറൊരു പൊളിറ്റിക്കൽ പാർട്ടിയിലേക്ക് പോകാൻ പറ്റാത്തൊരു സാഹചര്യമാണ്. ഒരു 15-20 വർഷങ്ങൾക്ക് മുമ്പാണെങ്കിൽ ഒരുപക്ഷെ രാഘവ് ചദ്ദ ഈ ഒരു സാഹചര്യത്തിൽ കോൺഗ്രസിലേക്ക് പോകാനായിരുന്നു സാധ്യത. പക്ഷേ നിലവിലെ സാഹചര്യത്തിൽ കോൺഗ്രസിലേക്ക് ആരും പോകില്ല, മുങ്ങുന്ന കപ്പലാണ്. നല്ലൊരു ലീഡർഷിപ്പ് പോലും ഇല്ലാത്ത ഉള്ള ലീഡേഴ്സ് തന്നെ പെട്ടിരിക്കുന്ന അവസ്ഥയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും രാഘവ് ചദ്ദയ്ക്ക് മുമ്പിൽ BJP എന്നുള്ളൊരു ഓപ്ഷനാണ് ഉണ്ടായിരുന്നത്. ഇതിപ്പോൾ ഈ മാധ്യമങ്ങൾ പറയുന്ന പോലെ, കേരളത്തിലെ മാധ്യമങ്ങളൊക്കെ പറയുന്ന പോലെ ഓപ്പറേഷൻ ലോട്ടസ് അങ്ങനെയൊന്നും പറയേണ്ട ഒരു സാഹചര്യവുമില്ല. കാരണം BJP ഓൾറെഡി അവരുടെ ആ ഒരു മിഷൻ പഞ്ചാബ് തുടങ്ങിക്കഴിഞ്ഞു. അതിനെ ആഡ് ഓൺ ചെയ്യുന്ന രീതിയിലുള്ള ഒരുപാട് നീക്കങ്ങൾ അവരുടെ ഭാഗത്തു നിന്നുണ്ടാകും. സ്വാഭാവികമായിട്ടും രാഘവ് ചദ്ദയെ പോലുള്ള ലീഡേഴ്സൊക്കെ ആം ആദ്മി പാർട്ടിയോട് തെറ്റിപ്പിരിഞ്ഞ് അല്ലെങ്കിൽ കലാപം ഉണ്ടാക്കി നിൽക്കുന്ന സാഹചര്യത്തിൽ അവരെ ആകർഷിക്കാനുള്ള ശ്രമങ്ങൾ പാർട്ടിയുടെ ഭാഗത്തു നിന്നുണ്ടാകും. അത് സ്വാഭാവികമായിട്ടുള്ളൊരു പ്രോസസ്സാണ്. അല്ലാതെ BJPക്ക് ഇപ്പോൾ രാഘവ് ചദ്ദ ഇല്ലെങ്കിൽ അവർക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും. അവർ ഇതല്ലെങ്കിൽ മറ്റൊരു മാർഗവുമായി മുന്നോട്ട് പോകും എന്നുള്ളതാണ് ആ പാർട്ടിയുടെ ഒരു ചരിത്രം. പ്രത്യേകിച്ച് നിലവിൽ കുറച്ച് കാലമായിട്ട് BJPയുടെ ഒരു ഓപ്പറേഷണൽ ഫോം അങ്ങനെയാണ്.